വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ധ്യാനിക്കുന്ന വിഷയം വസ്തുവകകളിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന തകർച്ചകൾ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. ഇന്ന് പലർക്കും ഇതിനെക്കുറിച്ച് അജ്ഞതയാണ്. വസ്തുവകകൾ നമ്മിലോ നമ്മുടെ കുടുംബത്തിലോ ഉണ്ട് എങ്കിൽ അവ നമ്മുടെ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് നശീകരണത്തിന് കാരണമാകുന്നു എന്നുള്ളത് പലർക്കും അറിയാൻ മേല. എന്തൊക്കെയാണ് നമ്മളെ നശിപ്പിക്കുന്ന, ഒരു കുടുംബത്തെ നശിപ്പിക്കുന്ന വസ്തുക്കൾ എന്താണ്, വകകൾ എന്താണ്, സാമഗ്രികൾ എന്താണ് എന്നും പലർക്കും അറിയാൻ മേല. എന്നാൽ അതിനെക്കുറിച്ച് അല്പമായി നമ്മൾ ഈ എപ്പിസോഡിൽ ഈ സമയത്ത് നമ്മൾ തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യാനിട്ട് പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയത്തിന് ആധാരമായി ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നൊരു സംഭവമുണ്ട്. അതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. ജെറീക്കോ പട്ടണത്തെ തകർത്തുകൊണ്ട് നശിപ്പിച്ച് ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം മുന്നോട്ട് പോകുകയാണ്. അപ്പോൾ പ്രത്യേകമായി ദൈവം പറഞ്ഞിട്ടുണ്ട്, ജെറീക്കോ പട്ടണത്തെ നിങ്ങൾ നശിപ്പിച്ച് തകർക്കണം. പക്ഷേ അവിടെ നിന്ന് പോകുമ്പോൾ ആ പട്ടണത്തിൽ നിന്ന് നിങ്ങൾ ഒന്നും തന്നെ കരസ്ഥമാക്കരുത്. അവിടുന്ന് ഒരു സാധനങ്ങളും നിങ്ങൾ എടുക്കാൻ പാടില്ല. കാരണം നശീകരിക്കപ്പെട്ട ഒരു സ്ഥലമാണ്, ശപിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ നിങ്ങളൊന്നും സ്വന്തമാക്കരുത്. അപ്പോൾ ആ സ്ഥലം കീഴ്പ്പെടുത്തി അടുത്ത സ്ഥലത്തേക്ക് ഇസ്രായേൽ ജനം മുന്നോട്ട് പോവുകയാണ്. ആയി പട്ടണമാണ് ഇനിയുള്ളത്. ആയി പട്ടണത്തിലുള്ള ആൾക്കാരുമായി യുദ്ധം ചെയ്ത് അതിനെ പരാജയപ്പെടുത്തണം. എന്നാൽ ആയി പട്ടണത്തിലുള്ള ആൾക്കാരുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട ഇസ്രായേൽ ജനം പരാജയപ്പെടുകയാണ്. ഇസ്രായേൽ ജനത്തിലുള്ള അനേകരെ അയൽപട്ടണത്തിലുള്ള കായിക അഭ്യാസികൾ പട്ടാളക്കാരിത കൊന്നുകളയുന്നു. അവരുടെ മുമ്പിൽ തോറ്റോടുകയും ഇസ്രായേൽ ജനം. ഈ പശ്ചാത്തലത്തിൽ, ഈ അവസ്ഥയിൽ ഇതാ ജോഷുവ ദൈവസന്നിധിയിൽ വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറി ചാരം പൂശി നിലത്തിരുന്ന് കരയുകയാണ്. നിലവിളിച്ച് ദൈവത്തോട് വാവിട്ട് കരയുക, ദൈവമേ എന്തുകൊണ്ട് ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു? കഴിഞ്ഞ യുദ്ധം നീ ഞങ്ങൾക്ക് വിജയം നൽകി, നീയാ ഞങ്ങളെ നടത്തിയത്, നയിച്ചത്, നിന്നാൽ ഞങ്ങൾ നേടിയ ജയമാണ്. എന്നാൽ അത് വെച്ച് നോക്കുമ്പോൾ ആയിപ്പട്ടണം ചെറുതാണ്, പക്ഷെ ഇവിടെ ഞങ്ങൾ പരാജയപ്പെടുന്നു. എന്താ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് ജോഷുവ കരയുകയാണ്. അങ്ങനെ കരയുന്ന ജോഷുവയോട് ദൈവം അരുൾ ചെയ്യുകയാണ്, എഴുന്നേൽക്കുക, നീ എന്തിന് ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നു? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, എൻ്റെ കൽപ്പന അവർ ലംഘിച്ചു, നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി, അവ
തങ്ങളുടെ സാമാനങ്ങളോട് കൂടെ വച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചെറുത്തു നിൽക്കുവാൻ സാധിക്കുകയില്ല. അവരുടെ മുൻപിൽ തോറ്റു പിന്മാറുന്നു. എന്തെന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു. നിങ്ങൾ എടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. നീ എഴുന്നേറ്റ് ജനത്തെ വിശുദ്ധീകരിക്കുക. നാളത്തേക്ക് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ അവരോട് പറയുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജോഷുവയോട് ദൈവം അരുളി ചെയ്യുക, നീ കിടന്നിങ്ങനെ വാവിട്ട് കരയുന്നതിനാ? നിഷിദ്ധമെന്ന് ഞാൻ പറഞ്ഞ നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് ഇസ്രായേൽ ചിലർ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നശിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി മാറിയിരിക്കുകയാണ്. നശിപ്പിക്കപ്പെടാൻ മറ്റുള്ളവരാൽ ആയിപ്പട്ടണത്തിലുള്ള വ്യക്തികളാൽ നിങ്ങൾ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി നിങ്ങൾ മാറി. കാരണം നിഷിദ്ധ വസ്തുക്കൾ നിങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരാൽ നിങ്ങൾ നശിപ്പിക്കപ്പെടുന്നു, നിങ്ങൾ തോൽക്കപ്പെടുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ കൈവശം നിങ്ങൾ വെച്ചിരിക്കുന്ന ഈ ശപിക്കപ്പെട്ട ശാപഗ്രസ്തമായ വസ്തുക്കൾ ദൂരെ കളയുക എന്ന് കർത്താവ് പറയുക. നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുക. അപ്പോൾ എങ്ങനെയാണ് വിശുദ്ധീകരിക്കുന്നത്? ആനാമ്പെള്ളം അടിച്ചാൽ പോരാ, ഞാനൊന്ന് വെള്ളത്തിലിറങ്ങി കുളിച്ചാൽ പോരാ. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിക്ക് തടസ്സമായി നിൽക്കുന്ന ദൈവം അശുദ്ധമെന്ന് പറഞ്ഞ ദൈവത്തിന് നിഷിദ്ധമായ ആ വസ്തുക്കൾ കൈവശം വെച്ചിരിക്കുന്നവരാരാണോ അവരത് നശിപ്പിച്ച് കളയുക. തങ്ങളുടെ കൈവശമുള്ള അശുദ്ധമായ വസ്തുക്കളെ ദൂരെ എറിയുന്നതിലൂടെ, നശിപ്പിച്ച് കളയുന്നതിലൂടെയാണ് നാം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം കയ്യിൽ അഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അഴുക്ക് അവിടെ വെച്ചുകൊണ്ട് എനിക്കെന്നെ വിശുദ്ധീകരിക്കാൻ പറ്റുകയില്ല. ആ അഴുക്കിനെ കഴുകിക്കളയുന്നതിലൂടെയാണ് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നത്. അപ്പോൾ ആയിപ്പട്ടണത്തിലുള്ള അവരുടെ മേൽ വിജയം നേടാൻ ദൈവജനമായ ഇസ്രായേൽ ജനത്തിന് സാധിക്കാതെ പോയതിൻ്റെ കാരണം ദൈവം ശപിച്ചു തള്ളിയ, ദൈവത്തിന് ശാപമായിട്ട് ദൈവം കാണുന്ന നിഷിദ്ധമായ വസ്തുക്കൾ പലതും ദൈവജനത്തിൻ്റെ കൈവശം അവർ വെച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെയല്ലേ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നതിൻ്റെ കാരണം, നമ്മൾ തോറ്റുപോകുന്നതിൻ്റെ കാരണം, എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടാത്തതിൻ്റെ കാരണം, നിലവിളിച്ചിട്ടും നിലവിളി ദൈവം കേൾക്കുന്നില്ലല്ലോ എന്ന് തോന്നാത്തതിൻ്റെ കാരണം, ഉപവാസമെടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നോയമ്പ് നോക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, കൂദാശകൾ പലതും സ്വീകരിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ടും അതിന് തക്കമായ ഒരു ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. എവിടെയും അടിക്കടി പരാജയങ്ങൾ മാത്രം, തോൽവികൾ മാത്രം, സാമ്പത്തികമായി തകർന്നു പോവുക, ഒരു കുതിപ്പില്ല, ഒരു ഉയർച്ചയില്ല. ആത്മീയ മണ്ഡലത്തിലും പരാജയം, ഒരു മരവിപ്പ്, ഒരു വിരസത, തൊടുന്നതെല്ലാം പരാജയം. എന്താണ് ഇതിന് കാരണം? ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, അതിന് കുറവ് കാണുകയില്ല. പള്ളിയിൽ എല്ലാ ദിവസവും പോകുന്നവരായിരിക്കാം, അതിനും കുറവ് കാണുകയില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കാത്ത ചിലത് നിങ്ങളുടെ കൈവശമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം ആഗ്രഹിക്കാത്ത, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവത്തിന് അനിഷ്ടമായ, ദൈവം നിഷിദ്ധമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്കും നമ്മിലേക്കും ശാപത്തെ കൊണ്ടുവരുന്ന, തകർച്ചയെ കൊണ്ടുവരുന്ന, നാശം കൊണ്ടുവരുന്ന,
ചില വസ്തുക്കളിലൂടെ, വസ്തുവകകളിലൂടെ നമ്മൾ നശിച്ചു പോകാം. നമ്മുടെ കുടുംബം നശിച്ചു പോകാം. നമ്മുടെ കുടുംബത്തിൽ തകർച്ചകൾ കടന്നു വരാം, ശാപം കടന്നു വരാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആയതിനാൽ ഈ ശബ്ദം പ്രത്യേകമായിട്ട് നമ്മൾ കേൾക്കുക. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവേൻ. ദൈവം ശപിച്ചു തള്ളിയതിനെ നമ്മൾ കൈവശം വെച്ചുകൊണ്ടിരിക്കരുത്. വീണ്ടും അടുത്ത ഒരു തിരുവചനം പറയുന്നു, നിയമാവർത്തന പുസ്തകം 7:26. വിഗ്രഹങ്ങളെപ്പോലെ നിങ്ങളും ശാപഗ്രസ്തമാകാതിരിക്കാൻ നിന്ദ്യമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത്. അതിനെ നിശേഷം വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യണം. എന്തെന്നാൽ അത് ശാപഗ്രസ്തമാണ്. അപ്പോൾ വിഗ്രഹങ്ങളെപ്പോലെ, വിഗ്രഹം ശപിക്കപ്പെട്ടതാണെന്നും ആ വിഗ്രഹങ്ങളെപ്പോലെ നിങ്ങളും ശപിക്കപ്പെട്ടവർ ആകാതിരിക്കാൻ, ശാപഗ്രസ്തരാകാതിരിക്കാൻ നിന്ദ്യമായ ഒരു വസ്തുവും നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് തിരുവചനം പഠിപ്പിക്കുക. ഹല്ലേലൂയ. ബേഥേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭവനം എന്ന അർത്ഥം. യാക്കോബ് ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, നമ്മൾ ബേഥേലിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. പ്രിയമുള്ളവരെ, ബേഥേൽ എന്ന് പറയുന്ന ദൈവം വസിക്കുന്ന ആ ഭവനത്തിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിൽ അത് അനുഗ്രഹമായി നിങ്ങൾക്ക് മാറണമെങ്കിൽ ബേഥേലിനകത്ത് ദൈവം ശപിച്ചു തള്ളിയ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ വീട്ടിലോട്ട് കാണുന്നതിനെല്ലാം കൊണ്ടുവരരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ പള്ളിക്കകത്തോട്ട് ഇറച്ചി കയറ്റാറില്ല, പച്ചക്കറി കയറ്റാറില്ല, പശുവിനെ കയറ്റാറില്ല, പള്ളിക്കകത്തോട്ട് കയറ്റാറില്ല, അല്ലേ? വേണ്ടാത്തത് പലതും പള്ളിക്കകത്ത് കയറ്റാറില്ല. ഇതുപോലെ തന്നെ ബേഥേൽ സമം ദൈവഭവനം, ദൈവം വസിക്കുന്ന ഭവനമാണ് നമ്മുടെ ഓരോരുത്തരെയും കുടുംബങ്ങൾ. അത് ദേവാലയമാണ്. ആയതിനാൽ ആ ഭവനത്തിനകത്ത് ചന്തയിലുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ ഭക്ഷണപദാർത്ഥങ്ങൾ, ആഹാരം അങ്ങനെയുള്ളത് കൊണ്ടുവരരുതെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവം അശുദ്ധമായി കരുതുന്ന, ദൈവം ശപിച്ചു തള്ളിയ ഒന്നും നമ്മുടെ വീട്ടിൽ കൊണ്ടുവരരുത്. പലതും വിഗ്രഹങ്ങളാകാം. അന്യ ദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട, അന്യ വിജാതീയ ആരാധനയുമായി ബന്ധപ്പെട്ട വിഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ, ഷോക്കേഴ്സിൽ ഉണ്ടാകാൻ പാടില്ല. അത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ അങ്ങനെയുള്ളതൊന്നും കൊണ്ടുവരരുത് എന്ന്. പ്രൈസ് ദി ലോർഡ്. നിയമാവർത്തന പുസ്തകം 23-ാം വാക്യം. നിങ്ങളെ സംരക്ഷിക്കുവാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനുമായി നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം നമ്മുടെ പാളയത്തിലൂടെ സഞ്ചരിക്കുക. ഏതാ നമ്മുടെ പാളയം? നമ്മുടെ കുടുംബം, നമ്മുടെ ഭവനം. ദൈവം നമ്മുടെ ഭവനത്തിലേക്ക് ഇതാ നടന്നെടുക്കുന്നു. നമ്മുടെ ഭവനത്തിന് ചുറ്റിനും ദൈവം നടക്കുകയാണ്. എന്തിനാണ്? നമ്മുടെ ശത്രുക്കളെ നമുക്ക് ഏൽപ്പിച്ചു തരുവാനും. കണ്ടോ, അങ്ങനെ ശത്രുക്കളെ നമ്മൾ പരാജയപ്പെടുത്താനും ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ വീടിന് ചുറ്റിനുമുണ്ട്. ദൈവം നമ്മുടെ ഭവനത്തിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ടിട്ട് അവിടുന്ന് നിങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിന് നിങ്ങളുടെ പാളയം വിശുദ്ധമായി സൂക്ഷിക്കുക. അശുദ്ധമായത് എന്തെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം കണ്ടിട്ട് ആ കുടുംബത്തിൽ നിന്ന് ദൈവം അകന്നു പോകാതിരിക്കാൻ നിങ്ങളുടെ കുടുംബത്തെ വിശുദ്ധമായിട്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ കുടുംബത്തിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നു, കുടുംബത്തിൽ വാസമുറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, കുടുംബത്തിൽ എപ്പോഴും നമ്മുടെ കൂടെ ഇടപെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ പോലും നമ്മുടെ കുടുംബത്തിൽ ദൈവം ആഗ്രഹിക്കാത്ത അശുദ്ധമായത് എന്തെങ്കിലും ദൈവം കണ്ടാൽ ദൈവത്തിന് അവിടെ ഇരിക്കാൻ പറ്റുകയില്ല.
ദൈവം നമ്മളിൽ നിന്ന് അകന്നു പോകാൻ ഏറെ സാധ്യതയുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ദൈവം വന്ന വഴിക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകാതിരിക്കാൻ നാം നമ്മുടെ ഭവനത്തെ വിശുദ്ധമായി സൂക്ഷിക്കണമെന്ന് ഇതാ നിയമാവർത്തനം അതിൻ്റെ 23:14 പറയുകയാണ്. സമയം പോലെ നിങ്ങൾ ഈ വചനമൊക്കെ വെച്ച് സ്വയം ഒന്ന് വായിച്ച് ധ്യാനിക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത അന്യ ആരാധനകളുമായി ബന്ധപ്പെട്ട സിംബോളിക്കലായിട്ടുള്ള ചിഹ്നങ്ങളുള്ള പലതും പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബത്തിലോ നമ്മിലോ നമ്മുടെ കുടുംബത്തിലുള്ളവരിലോ ഒരു പക്ഷേ കാണാം. അതൊക്കെ നമ്മൾ കണ്ടെത്തണം. തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇവയൊക്കെ തെറ്റായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചിലരുടെയൊക്കെ ദേഹത്ത് ആഭരണങ്ങളിലൊക്കെ കയ്യിലും കാലിലും ശരീരത്തിലും ഒക്കെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പല ചിഹ്നങ്ങളും നമുക്ക് കാണാം. ചീത്തയായ മാസികൾ, സെക്സ് പടങ്ങൾ, സെക്സ് സീഡികൾ, ചിത്രങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുക. ഗർഭനിരോധന ഗുളികകൾ, മാർഗങ്ങൾ, ഉപാധികൾ, ഗർഭനിരോധന മാർഗങ്ങളൊക്കെ ഉപാധികളും വസ്തുക്കളൊക്കെ നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്നത് ആ കുടുംബത്തിന് ശാപത്തിന് കാരണമാണ്. മാത്രമല്ല മദ്യം, ബൈബിളിൽ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുകയാണ്, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. എത്ര പ്രാവശ്യം പറയുക. അപ്പോൾ ദൈവം ശപിക്കുന്ന ഒരു സാധനമാണ്. ദൈവത്തെ സംബന്ധിച്ച് ശാപവസ്തുവാണ് മദ്യം. ഈ മദ്യം ഒരു വ്യക്തി കുടിക്കുമ്പോഴും മദ്യം വാങ്ങിച്ച് വീട്ടിൽ നിങ്ങൾ അലമാരിയിൽ വെക്കുമ്പോഴും ഫ്രിഡ്ജ് വെക്കുമ്പോഴും ആ കുടുംബം ശപിക്കപ്പെട്ടതായി മാറുക. മദ്യപിക്കുന്ന ഒരു വ്യക്തിയോടൊപ്പം ഭക്ഷണം പോലും നിങ്ങൾ കഴിക്കരുതെന്ന് കൊറിന്തോസ് ലേഖനത്തിൽ എഴുതിയിരിക്കുക. വിശ്വാസിയിൽ നിന്ന് ഇത് ഉണ്ടാകാൻ പാടില്ല. ഇത് ചെയ്തിട്ടാണ് നമ്മൾ ഉള്ള നൊവേന നടത്തുക, പള്ളിയിൽ പോവുക, കുർബാന പോവുക, ധ്യാനകേന്ദ്രങ്ങൾ കയറി ഇറങ്ങുക, ഇതെല്ലാം ചെയ്യുന്നത്. ഇത് ശപിക്കപ്പെട്ട വസ്തു വീട്ടിലിരിക്കുക. ആ കുടുംബത്തിനുള്ള ഉയരുന്ന പ്രാർത്ഥന, ആ കുടുംബത്തിൽ നിന്ന് എന്തേരം നിലവിളി ഉയർന്നാലും പ്രാർത്ഥന ഉയർന്നാലും അതിന് ഫലമുണ്ടാകുകയില്ല. ഒരു മദ്യം വീട്ടിൽ വിളമ്പുന്നതും സൂക്ഷിച്ച് വെക്കുന്നതും കുട്ടിക്കുന്നതെല്ലാം ആ കുടുംബത്തിൻ്റെ ശാപത്തിന് കാരണമായി മാറും. ഹല്ലേലൂയ. മാത്രമല്ല കണ്ണുനീര് വീണ പണം, മറ്റുള്ളവരെ പറ്റിച്ച് വഞ്ചിച്ച് വാങ്ങിച്ച ഇരട്ടി പലിശയ്ക്കൊക്കെ വാങ്ങിയ പലിശ പണങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ച കണ്ണുനീരിൻ്റെ പണം, സമ്പത്ത് വീട്ടിലുണ്ടെങ്കിൽ അത് ശാപവസ്തുവാണ്. അത് പ്രത്യേകം ഓർക്കുക. മാത്രമല്ല സാത്താൻ ആരാധനയുമായി ബന്ധപ്പെട്ട, സൈത്താൻ വർഷിപ്പുമായി ബന്ധപ്പെട്ട ഒത്തിരിയധികം ചിഹ്നങ്ങൾ പലപ്പോഴും നമ്മുടെ വസ്ത്രങ്ങളിൽ കാണാം. നമ്മുടെ കുട്ടികളുടെ, യുവജനങ്ങളുടെ വസ്ത്രത്തിൽ കാണാം. പാമ്പിൻ്റെ തലയോട്ടയുടെ 2 കൊമ്പിൻ്റെ 666 നമ്പരോ അതിൻ്റെ സിംബോളിക്കലായിട്ടുള്ള ചിഹ്നങ്ങളോ ഒക്കെ ഉള്ള വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുക. ഭീകരമായ വസ്ത്രങ്ങൾ ധരിക്കുക. ആ വസ്ത്രം ധരിക്കുന്ന കുട്ടിയിലേക്കും ആ കുടുംബത്തിലോട്ടും അതിൻ്റെതായ ഒരു അൺസീൻ പവർ, അദൃശ്യമായ ഒരു ശക്തി, ഈവിൾ സ്പിരിറ്റിൻ്റെ സ്വാധീനം ആ കുടുംബത്തിൽ വ്യാപരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ചെകുത്താൻ ചിഹ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം. അത് കണ്ടെത്താൻ നോക്കണം. മീഡിയയിലൊക്കെ കിടപ്പുണ്ട്. അത് കണ്ടെത്തി അതിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവായി മാറണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ദൈവജനം, വിശ്വാസികൾ ഒഴിഞ്ഞു മാറണം. നമ്മളിൽ അത് ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ വസ്തുവിനുണ്ടാകാൻ പാടില്ല. ഇങ്ങനെയുള്ള വസ്തുവകകളിലൂടെ എല്ലാം കുടുംബത്തിലേക്ക് ശാപങ്ങൾ കടന്നു വരും എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവൃത്തിയിൽ അതിൻ്റെ 19-ാം അധ്യായം, അപ്പസ്തോല പ്രവൃത്തി 19-ാം അധ്യായം 18-19 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. പൗലോസിൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടവരുടെ കാര്യം പറയുക. കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു. ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ
ഗ്രന്ഥചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാൺകെ അഗ്നിക്കിരയാക്കി. അവയുടെ ആകെ വില കണക്കാക്കിയപ്പോൾ 50,000 വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ടെത്തി. ഹല്ലേലൂയ. അപ്പോൾ ഈ അന്യ ആരാധനയുടെ പുറകെ നടന്ന ചരട്, ഏലസ്, മുദ്ര, മന്ത്രമോതിരം, മുദ്ര ചരടുകൾ, മന്ത്ര ചരടുകൾ, തകിടയിൽ എഴുതുക, ഇങ്ങനെയുള്ള ഇവരെല്ലാം പൗലോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ മാനസാന്തരപ്പെട്ടു. അവർക്ക് തെറ്റാണെന്ന് മനസ്സിലായി. അവർ സമൂഹത്തിലോട്ട് വന്ന് അവർ കുറ്റം ഏറ്റുപറഞ്ഞു, തെറ്റ് സമ്മതിച്ചു. മാത്രമല്ല, അവരുടെ കയ്യിലും കുടുംബത്തിലുണ്ടായിരുന്ന ഇങ്ങനെയുള്ള വസ്തുവകകൾ എല്ലാം, ചുരുളുകളെല്ലാം കൊണ്ടുവന്ന് തീയിലിട്ട് നശിപ്പിച്ച് കളഞ്ഞു. കണ്ടോ? അതാണ് മാനസാന്തരത്തിൻ്റെ ഏറ്റവും വലിയ ഫലം. തീയിലിട്ട് നശിപ്പിച്ച് കളഞ്ഞു. ആ നശിപ്പിച്ച് കളഞ്ഞ വസ്തുവകകൾക്കെല്ലാം എന്തുണ്ടായിരുന്നു? 50,000 വെള്ളി നാണയങ്ങൾ വില വരുമായിരുന്നു. അത്രയും വിലമതിക്കുന്ന വസ്തുക്കൾ അവർ നശിപ്പിച്ച് കളയാൻ അവർ തയ്യാറായി. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ഈ 50,000 വെള്ളി നാണയങ്ങൾക്ക് ഇന്ന് $2,00,000 വില വരും. $2,00,000 വില പറഞ്ഞാൽ 90 ലക്ഷം രൂപ. പ്രൈസ് ദി ലോർഡ്. അത്രയും രൂപ നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറായി സത്യം മനസ്സിലാക്കിയപ്പോൾ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഉപേക്ഷിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. മദ്യം ഉപേക്ഷിക്കാൻ തയ്യാറാകുക. യേശുവേ നന്ദി. ഹല്ലേലൂയ. മദ്യം വിതരണം ചെയ്തുകൊണ്ടിരുന്ന അബ്കാരി കോൺട്രാക്ടർമാർ, വലിയ ബാറ് നടത്തിക്കൊണ്ടിരുന്നവർ പോലും സത്യം തിരിഞ്ഞപ്പോൾ ബാർ ഉപേക്ഷിക്കാൻ, അബ്കാരി കോൺട്രാക്ടർ പരിപാടി നിർത്തുവാൻ, ആ ലാഭം വേണ്ടെന്ന് വയ്ക്കുവാൻ അവർ തയ്യാറായി. അത് അറിവുള്ളവരോട് മനസ്സിലാക്കി ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ യോശുവായോട് പറഞ്ഞതുപോലെ, നിഷിദ്ധമായ വസ്തുക്കൾ നിങ്ങൾ കൈവശം വെച്ചിട്ടുണ്ട്, അവയെ നിങ്ങൾ നശിപ്പിച്ച് കളയുക. അപ്പോൾ ശത്രുവിൻ്റെ മേൽ നിങ്ങൾക്ക് വിജയം നേടാൻ പറ്റും. തിന്മയുടെ മേൽ നിങ്ങൾക്ക് വിജയം നേടാൻ പറ്റും. ഒരു തിന്മയും നിങ്ങളെ ശല്യം ചെയ്യുകയില്ല. നിങ്ങൾ തിന്മയ്ക്ക് അവകാശപ്പെട്ടത്, ശത്രുവിന്, പിശാചിന് ഇഷ്ടപ്പെട്ടതോ അവകാശപ്പെട്ടതോ ഒന്നും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകരുത്. അത് അവിടെ വെച്ചിട്ട് വികാരിയച്ഛനെ കൊണ്ടുവന്ന് ആനാം വെള്ളം അടിച്ചാലോ ഒന്നും ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല. എന്ന് പറഞ്ഞാൽ എലി ചത്ത് ചീഞ്ഞ് പെരയ്ക്കകത്ത് പെട്ടിയുടെ അടിയിൽ മാറിക്കിടക്കുക. നമ്മളത് കാണുന്നില്ല. ഭയങ്കര ദുർഗന്ധം. ഈ ദുർഗന്ധം അവിടെ ഉണ്ടായിരിക്കെ നമ്മൾ പെർഫ്യൂം അടിച്ചാലോ, പെർഫ്യൂം അടിക്കുന്ന സമയത്ത് ഒരു നല്ല മണമൊക്കെ കിട്ടും. കുറേ കഴിയുമ്പം പിന്നെയും ചീത്ത എലിയുടെ മണം ഇങ്ങോട്ട് കയറി വരും. അതുപോലെ പാപം അവിടെ വെച്ചുകൊണ്ട്, അശുദ്ധി അവിടെ വെച്ചുകൊണ്ട്, നിഷിദ്ധ വസ്തുക്കളെ കുടുംബത്തിൽ വെച്ചിട്ട് അത് മാറ്റാൻ തയ്യാറാകാതെ ആനാം വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഒന്നും ഒരു പ്രയോജനവും ഇല്ല. പിശാച് വിട്ടുപോകുകയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകും. അപ്പസ്തോല പ്രവൃത്തിയിൽ സംഭവിച്ചതുപോലെ സുവിശേഷം കേട്ടുകഴിഞ്ഞപ്പോൾ അവരെല്ലാം കുറ്റം ഏറ്റുപറയാൻ അവർക്ക് നാണമില്ല, ലജ്ജയില്ലാതെ തെറ്റേറ്റു പറഞ്ഞു. ആ കുറ്റത്തിന് കാരണമായ വസ്തുക്കളെല്ലാം അവർ കൊണ്ടുവന്ന് കത്തിച്ചു കളഞ്ഞു. അതിൻ്റെ നഷ്ടം അവർ സഹിക്കാൻ തയ്യാറായി. ലാഭം വേണ്ടാന്ന് വെച്ചു. അങ്ങനെ അവർ വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറി. നിങ്ങളുടെ കുടുംബത്തിലേക്കും പ്രിയമുള്ള സഹോദരങ്ങളെ, ചില മാറാ രോഗങ്ങളുടെ കാരണം, ചില തകർച്ചകളുടെ കാരണം, സാമ്പത്തിക ഉയർച്ചയ്ക്ക് തടസ്സം, ചില ബിസിനസ് ഇട്ടിച്ച് നിന്നു പോവുക, വിദേശത്ത് പോകാൻ പറ്റുന്നില്ല, വിവാഹം നടക്കുന്നില്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല, പരീക്ഷയിൽ പരാജയപ്പെടുക, എത്ര പണമുണ്ടേലും സന്തോഷമില്ല, സമാധാനമില്ല, ആ കുടുംബത്തിലോട്ട് കയറുമ്പോഴേ പ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുക ചിലർക്ക്. എന്താ കാരണം? ദൈവം ആഗ്രഹിക്കാത്ത അശുദ്ധമായ എന്തെങ്കിലും കാണുമെന്നല്ല, കാണാം. ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അത് നിങ്ങളെടുത്ത് കളയാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അഭിഷേകം ആ കുടുംബത്തിലേക്ക് കടന്നു വരും. നമുക്ക് പ്രാർത്ഥിക്കാം. കനിവാനും സ്നേഹിതയുമായ നല്ല ദൈവമേ, കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. സക്യൂസിൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച യേശുവേ, ആ സക്യൂസിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നതിന് തടസ്സമായി ആ കുടുംബത്തിനുണ്ടായിരുന്ന അന്യരെ വേദനിപ്പിച്ച, അന്യരെ തട്ടിച്ചുണ്ടാക്കിയ, പിടിച്ചു വാങ്ങി ആ പണം സക്യൂസ് ഉപേക്ഷിക്കാൻ തയ്യാറായി.
വിട്ടുകൊടുക്കാൻ തയ്യാറായപ്പോൾ ആ കുടുംബത്തിലോട്ട് രക്ഷ വന്നല്ലോ കർത്താവേ. ആയതുപോലെ ഇവരോരുത്തരെയും കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങ് വെറുത്ത, അങ്ങ് ശപിച്ചു തള്ളിയ, അങ്ങേക്ക് നിഷിദ്ധമായ കർത്താവേ വസ്തുവകളെല്ലാം ഈ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകുവാൻ, അവയെ നശിപ്പിച്ച് കളയുവാനുള്ള കൃപ ഇവിടെ മേൽ ഒഴുകട്ടെ. എല്ലാ ശുദ്ധികളും വിട്ടുപോകട്ടെ. ശാപഗ്രസ്തമായ വസ്തുക്കൾ യേശു നാമത്തിൽ തകർന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനം, വ്യക്തികളിൽ സമാധാനം, ഉയർച്ച, അഭിവൃദ്ധി, നന്മകൾ ഇവിടെ കുടുംബത്തിലും യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എല്ലാ മേഖലകളും, തൊഴിൽ മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വസ്തുവകകളിലൂടെ വന്ന ശാപങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശ്വാസിക്കുന്നു, വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ രക്തത്താൽ ഈ മക്കളെ ഓരോരുത്തരെയും, ഓരോ കുടുംബങ്ങളെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ കഴുകുന്നു. യേശുവിൻ്റെ രക്തത്താൽ കോട്ട കിട്ടുന്നു. സക്രിയ 9:8 ജോബ് 10 വചനത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടനായ സ്തോത്രം യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും.